എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഓപ്ഷനുകൾ എങ്ങനെ തിരഞ്ഞെടുക്കാം. ഈ ഒരു ഓപ്ഷനുകളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് +1 അഡ്മിഷൻ ലഭിക്കുന്നതും ലഭിക്കാതിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ വെറുതെ ഏതെങ്കിലും കുറച്ച് സ്കൂളുകളുടെ പേര് അല്ലെങ്കിൽ സ്കൂൾ കോഡ് കൊടുത്താൽ മാത്രം പോരാ. ഈ ഓപ്ഷനുകൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായും വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നും ഇത്തരത്തിൽ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷനിലേക്ക് ഉൾപ്പെടുത്താം അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് അതിലേക്ക് കൊടുക്കാം എന്നുള്ള കാര്യവും വളരെ കൃത്യമായി ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾക്കായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഉപകാരപ്രദമാണ് എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും ഓർമ്മിക്കുക. അപ്പോൾ ഈ ഒരു +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷനാണ് ഏറ്റവും പ്രധാനമായി ഇനി നിങ്ങളുടെ മുന്നിൽ ഉള്ളത്. അല്ലെങ്കിൽ ഈ ഒരു +1 പ്രവേശന നടപടികളിൽ ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്താണ്. ഈ ഒരു ആപ്ലിക്കേഷനിൽ തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഓപ്ഷനുകൾ കൊടുക്കുന്ന സമയത്ത്. കാരണം ആ ഒരു ഓപ്ഷനുകളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റുകൾ ലഭിക്കുന്നത്. ഈ ഒരു ഓപ്ഷനുകൾ സാധാരണ നിങ്ങൾ 2 രീതിയിലാണ് കൊടുക്കുന്നത്. ഒന്ന് സ്കൂളിൻ്റെ അടിസ്ഥാനത്തിൽ, അതേപോലെ തന്നെ സബ്ജക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ. എനിക്ക് തോന്നുന്നു കൂടുതൽ വിദ്യാർത്ഥികളും സബ്ജക്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളുടെ ഓപ്ഷനുകൾ ക്രമീകരിക്കുന്നത്. അതായത് ആദ്യമേ തന്നെ എനിക്ക് ഇന്ന സബ്ജക്റ്റ് വേണം എന്ന് നിങ്ങൾക്കൊരു താല്പര്യം ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവും. ആ ഒരു സബ്ജക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ, ഉദാഹരണമായി നിങ്ങൾക്ക് സയൻസ് ആണ് ലഭിക്കേണ്ടതെങ്കിൽ നിങ്ങളുടെ പരിസരത്തുള്ള അല്ലെങ്കിൽ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്കൂളുകളിലെല്ലാം സയൻസിന് നിങ്ങൾ അപേക്ഷിക്കും. ഇനി ഹ്യൂമാനിറ്റീസ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ഒരു ഹ്യൂമാനിറ്റീസിൽ നിങ്ങൾ അപേക്ഷിക്കും. അപ്പോൾ അത്തരത്തിൽ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികളാണ് കൂടുതൽ. ഇനി അതേപോലെ തന്നെ ഏത് സബ്ജക്റ്റ് ആയാലും കുഴപ്പമില്ല, അത് സയൻസ് ആയാലും കുഴപ്പമില്ല, കൊമേഴ്സ് ആയാലും പ്രശ്നമില്ല, ഹ്യൂമാനിറ്റീസ് ആയാലും പ്രശ്നമില്ല, എനിക്ക് ഈ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ വീടിൻ്റെ അടുത്തുള്ള ഈ ഒരു സ്കൂളിൽ അലോട്ട്മെന്റ് ലഭിച്ചാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള 2 വിഭാഗക്കാരും എന്തൊക്കെ കാര്യങ്ങളാണ് ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഒന്നാമത്തെ വിഭാഗക്കാർ, അതായത് സബ്ജക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് സയൻസ് അല്ലെങ്കിൽ കൊമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എന്നുള്ള രീതിയിൽ സബ്ജക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണോ താല്പര്യമുള്ളത്, ഉദാഹരണമായി നിങ്ങൾക്ക് കൊമേഴ്സ് ആണ് താല്പര്യമുള്ളത്, നിങ്ങൾക്ക് കൊമേഴ്സ് പഠിക്കാനാണ് താല്പര്യമെങ്കിൽ കൊമേഴ്സ് ഉള്ള നിങ്ങളുടെ പരിസരത്തുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് പോയി വരാൻ കഴിയുന്ന സ്കൂളുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. ആ ഒരു സ്കൂളുകളുടെ പേര് മാത്രം എഴുതി വെക്കുക. അതിനുശേഷം നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് 10 15 സ്കൂളുകൾ, നിങ്ങൾക്ക് താല്പര്യമുള്ള അത്രയും സ്കൂളുകൾ നിങ്ങളൊരു ലിസ്റ്റ് ആക്കിയ ശേഷം നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് അത് ഓർഡറിലേക്ക് മാറ്റി എഴുതുക. ഈ ഒരു ഓപ്ഷനുകൾ കൊടുക്കുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു ഓപ്ഷനുകളുടെ പ്രയോറിറ്റി അല്ലെങ്കിൽ ഓർഡർ എന്ന് പറയുന്നത്. നിങ്ങൾ ഒന്നാമതായി കൊടുത്ത സ്കൂളിലായിരിക്കും നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടാൻ സാധ്യത കൂടുതൽ, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന സ്കൂളാണ് നിങ്ങൾ ഒന്നാമതായി കൊടുക്കേണ്ടത്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇപ്പോൾ ഉദാഹരണമായി നിങ്ങളുടെ 5ാമത്തെ ഓപ്ഷനിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിന് താഴേക്കുള്ള ഓപ്ഷനുകൾ ഓട്ടോമാറ്റിക്കായി തന്നെ റിമൂവ് ആയിപ്പോകും. ആ ഒരു ഓപ്ഷനുകളിൽ നിങ്ങൾക്ക് പിന്നീട് അലോട്ട്മെന്റിന് അർഹത ഉണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം +1 പ്രവേശന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് സബ്ജക്റ്റാണോ ആഗ്രഹിക്കുന്നത് ആ ഒരു സബ്ജക്റ്റുള്ള വിവിധ സ്കൂളുകൾ കണ്ടുപിടിച്ച ശേഷം ആ ഒരു സ്കൂളുകളെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് മാത്രം നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഉൾപ്പെടുത്തുക. സബ്ജക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ ഓപ്ഷനുകൾ കൊടുക്കുന്നവരോടാണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. ഇനി കൊമേഴ്സിന് ശേഷം നിങ്ങൾ ചിലപ്പോൾ സയൻസിന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷിച്ചിട്ടുള്ള അതേ സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് സയൻസിനും അപേക്ഷിക്കാം. ഇനി ഹ്യൂമാനിറ്റീസ് ഉണ്ടെങ്കിൽ ഹ്യൂമാനിറ്റീസിന് നിങ്ങൾക്ക് അപേക്ഷിക്കാം. ചില വിദ്യാർത്ഥികളൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഒരേ സ്കൂളിൽ തന്നെ ഒന്നിലധികം കോഴ്സുകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുമോ? അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. ആ ഒരു സ്കൂളിൽ എത്ര കോഴ്സുകളുണ്ടോ ആ കോഴ്സിനൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ്. ആ ഒരു കാര്യവും വിദ്യാർത്ഥികൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി 2ാമത്തെ വിഭാഗക്കാർ,
ഏത് കോഴ്സ് ആയാലും കുഴപ്പമില്ല, എനിക്ക് ഈ ഒരു സ്കൂളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ മതി. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പരിസരത്തുള്ള സ്കൂൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള സ്കൂളിൻ്റെ കോഡ് കണ്ടുപിടിച്ച ശേഷം അവിടെയുള്ള വിവിധ കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അതിനായി നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ആ ഒരു വീഡിയോയിൽ കൃത്യമായി സ്കൂൾ കോഡും അതേപോലെ തന്നെ ആ ഒരു സ്കൂളിലുള്ള വിവിധ കോമ്പിനേഷനുകളും ഏതൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പരിസരത്തുള്ള സ്കൂൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളിൻ്റെ കോഡും അവിടെയുള്ള വിവിധ കോമ്പിനേഷനുകളും കാര്യങ്ങളുമെല്ലാം കണ്ടുപിടിക്കാവുന്നതാണ്. ഇത്തരത്തിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു സ്കൂൾ നിങ്ങൾ കൊടുത്ത ശേഷം ആ ഒരു സ്കൂളിലുള്ള വിവിധ കോഴ്സുകൾ 4 കോഴ്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ 4 ഓപ്ഷൻ ആ ഒരു സ്കൂളിൽ തന്നെ കൊടുക്കാം. അതിനുശേഷം രണ്ടാമതായി നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലാണ് താല്പര്യമെങ്കിൽ ആ ഒരു സ്കൂളിൻ്റെ പേര് അല്ലെങ്കിൽ സ്കൂൾ കോഡ് കൊടുത്ത ശേഷം ആ ഒരു സ്കൂളിലുള്ള വിവിധ കോഴ്സുകൾ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഓരോ സ്കൂൾ അല്ലെങ്കിൽ സ്കൂളിൻ്റെ അടിസ്ഥാനത്തിൽ അലോട്ട്മെൻറ്റിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ പറഞ്ഞ രീതിയിലും നിങ്ങളുടെ ഓപ്ഷനുകൾ ക്രമീകരിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷനുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ അതിന് താഴേക്കുള്ള ഓപ്ഷനുകൾ അസാധുവായി പോവും. ആ ഒരു ഓപ്ഷനുകളിൽ നിങ്ങൾക്ക് പിന്നീട് പ്രവേശനം സാധ്യമാകില്ല. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ട്രയൽ അലോട്ട്മെൻറ്റിൽ ഒഴികെയാണ് ഇത്തരത്തിലുള്ള കാര്യം വരുന്നത്. ട്രയൽ അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഓപ്ഷനുകൾ നിങ്ങൾക്ക് പുനർക്രമീകരിക്കാൻ, അതിൻ്റെ ഓർഡറുകൾ മാറ്റാനുള്ള അവസരം ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞാലുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലുമൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ അതിന് താഴേക്കുള്ള ഓപ്ഷനുകൾ ഡിലീറ്റ് ആയി പോവും, അസാധുവായി പോവും എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സിനനുസരിച്ച് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മാർക്കിനനുസരിച്ച് നിങ്ങളുടെ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുക. ഇനി ചിലപ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് ഇൻ്റർനെറ്റ് കഫേകളിൽ നിന്നോ അക്ഷയ സെൻറ്റർ വഴിയൊക്കെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നതെങ്കിൽ അവിടെയുള്ള തിരക്ക് കൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഈ ഒരു സ്കൂളും കോമ്പിനേഷനും തിരഞ്ഞെടുക്കാനുള്ള സമയം ലഭിച്ചുകൊള്ളണം എന്നില്ല. ആ സമയത്ത് ചിലപ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് കാണുന്ന ഓപ്ഷനുകൾ നിങ്ങൾ കൊടുക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അതിനു മുമ്പ് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള, ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള സ്കൂളുകളും കോമ്പിനേഷനുകളും ഇനി അതിൻ്റെ കോഡുകളും കണ്ടെത്തി ഒരു പേപ്പറിലേക്ക് എഴുതി വെക്കുക. ഇനി അപ്ലിക്കേഷൻ ഫോമിലേക്കാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ ആ ഒരു അപ്ലിക്കേഷൻ ഫോം എങ്ങനെയാണ് തെറ്റുകൂടാതെ പൂരിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയി തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യവും മനസ്സിലാവും. അതിലേക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ എഴുതേണ്ടത് എന്നുള്ള കാര്യമൊക്കെ ആ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഉപകാരപ്രദമാണ് എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾക്കായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മിക്കുക.